നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കാണുകയും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന സുനന്ദയുടെ കല്യാണാഘോഷങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. ആ സമയത്ത് സുഭാഷിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സുനന്ദയുടെ കല്യാണമാണ്. കല്യാണ വീട്ടിലെ പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. ഈ സമയത്താണെങ്കിലോ ഭാസ്കറിന് നല്ല ദേഷ്യമായിരുന്നു. അവന്മാർക്ക് ഇത്തിരി സൗണ്ട് കുറച്ചാൽ പാട്ട് വെച്ചാൽ എന്താ കുഴപ്പം, ഉള്ള ഓളിത്തിരി തന്നെ വെച്ചിരിക്കണേ. എടാ ഹരീഷേ, നീ പോയി പറയടാ കുറച്ച് ഓളിയും കുറയ്ക്കാനായിട്ട്. ഹരീഷ് പറഞ്ഞു എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവരെന്ത് വേണം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് സുഭാഷ് അന്ന് വൈകുന്നേരം ആഹാരമൊന്നും ഉണ്ടാക്കില്ല, പുറത്തുനിന്ന് ബിരിയാണി വാങ്ങിച്ചിട്ട് വരുവാണ്. കാരണം സുഭാഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു, അടുക്കളയിൽ കയറി ആഹാരം പാചകം ചെയ്യാനൊക്കെ വല്ലാത്തൊരു വിഷമമൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് സുഭാഷിൻ്റെ മുഖത്തേക്ക് എല്ലാവരും നോക്കുന്നുണ്ട്. നിധിയാണെങ്കിലും സുധീഷ് ഹരീഷ് എല്ലാവരും. കാരണം അത്രയ്ക്ക് വിഷമമായിരുന്നു സുഭാഷിൻ്റെ മുഖം നിറയെ ഉണ്ടായിരുന്നേ. സുഭാഷിനോട് കാര്യം എന്താണെന്ന് തിരക്കിയിട്ട് ഒന്നുമില്ലാന്ന് പറഞ്ഞു. പക്ഷേ നിധിക്കും ബാക്കി എല്ലാവർക്കും മനസ്സിലായ കാര്യം എന്താണെന്ന്. സുനന്ദയുടെ കല്യാണം സഹിക്കാൻ പറ്റുമോ? ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുനടന്നിട്ട് ഒരു നിമിഷം അവള് വേറൊരു ചെക്കനെ കെട്ടി പോകുമ്പോൾ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ആഹാരമൊക്കെയാണ് കഴിച്ചെന്ന് വരുത്തിയത് മാത്രമേ ഉള്ളൂ. സുഭാഷ് ഇത്തിരി മാത്രം കഴിച്ചു. ചോദിച്ചപ്പോൾ തലവേദനയാന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് പോയി കിടക്കുവാണ്. ഈ സമയം നിധി എന്നിട്ട് സുധീഷിനോട് പറഞ്ഞു, ഇതൊന്നും അല്ല കാരണം, സുനന്ദയുടെ കല്യാണമല്ലേ അതിൻ്റെ വിഷമമാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും നല്ല വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യം ഓർത്തിട്ട്. ഇതേ സമയത്ത് സുനന്ദയുടെ വീട്ടിൽ സുനന്ദ ആഹാരം പോലും കഴിച്ചില്ല. ലളിത കൊണ്ട് ആഹാരം വെച്ചെങ്കിലും സുനന്ദ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. നീ ആഹാരം കഴിക്കാതിരുന്നിട്ട് എന്ത് ചെയ്യാനാടി? പട്ടിന് കടന്നാലൊന്നും ഞങ്ങളുടെ മനസ്സ് മാറാൻ പോകത്തില്ല. നാളെ അവൻ നിന്റെ കഴുത്തിൽ താലി ആർത്തും. നിനക്ക് എന്നിട്ട് ആ സുഭാഷിനെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റുന്നില്ലല്ലേടി, ആ വൃത്തികെട്ടവനെ എന്നൊക്കെ പറഞ്ഞു കുറേ ചീത്ത പറഞ്ഞു. മര്യാദയ്ക്ക് കഴിച്ചോളാൻ പറഞ്ഞിട്ട് പോയി. കുറേ സമയം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആഹാരം അതേപടി തന്നെ ബെഡിലിരിക്കുന്നുണ്ട്, കഴിച്ചിട്ടില്ല. അതിന് കുറേ ചീത്ത. സുനന്ദേ, എടി ബന്ധുക്കാരൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണേന്ന്. എല്ലാവരോടും ഞാൻ ഓരോ സമാധാനം പറഞ്ഞു മടുത്തു, ഇനി നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കുറേ ചീത്ത അങ്ങോട്ട് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. സുനന്ദ അവിടെ ഇരുന്ന് കരയുവാണ്. സുനന്ദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും രാത്രിയായ സമയത്ത് എല്ലാവരും കിടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിധി എന്ത് ചെയ്തു, അടുക്കള വശത്തെ കഥ അടയ്ക്കാനായിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേനുമാണ് അടുക്കള പുറത്ത് ആരോ നിൽക്കുന്നുണ്ട്. നിധി ആരാ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വെട്ടത്തേക്ക് വന്ന് സുനന്ദയെ കണ്ടുകഴിഞ്ഞപ്പോൾ നിധി ഒരു നിമിഷം ഞെട്ടിപ്പോയി. നാളെ കല്യാണം നടക്കേണ്ട പെണ്ണാണ്. കല്യാണ പെണ്ണ് വന്ന് ഇവിടുത്തെ അടുക്കളപ്പുറത്ത് നിൽക്കുന്നു. പെട്ടെന്ന് നിധി ചോദിച്ചു എന്താ സുനന്ദ കാര്യം എന്താ? സുനന്ദ പറഞ്ഞു ഞാൻ അകത്തേക്ക് കയറി വന്നോട്ടേന്ന് ചോദിച്ചു. ബാ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു. അങ്ങനെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ഹരീഷും ഒക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് സുനന്ദ പറഞ്ഞു എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നേ. നാളെ എൻ്റെ കല്യാണം, എനിക്ക് ആ കല്യാണത്തിന് സമ്മതമല്ല. സുധീഷ് പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് മിണ്ടരുത്. സുഭാഷേണ് എത്ര മണിക്കൂർ ക്ഷേത്രത്തിൽ കാത്തിരുന്നറിയാവോ സുനന്ദ വരുമെന്ന് കരുതിയിട്ട്. എന്നിട്ട് ഞങ്ങൾ സുഭാഷേണ്ണെ പറ്റിച്ചില്ലെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുനന്ദ പറഞ്ഞു അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്ക്, എനിക്ക് സുഭാഷേണ്ണനില്ലാതെ പറ്റില്ല, ഞാനതുകൊണ്ടൊരു തീരുമാനം എടുത്താൽ വന്നേന്ന് പറഞ്ഞു. സുനന്ദയുടെ ശബ്ദം അകത്ത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാസ്കരനകത്തേക്ക് കയറി വന്നു. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അതെ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ല, എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല മാമ, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കാനോ? എവിടെ നിൽക്കാനായിട്ട്? എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. നീ ഒന്നും കൂടുതലൊന്നും പറയണ്ട, മര്യാദയ്ക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ പറയല്ല മാവ, എനിക്കിവിടെ നിന്നേ മതിയാവുള്ളൂ, എനിക്ക് സുഭാഷിയനല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറൊരു പുരുഷൻ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഈ സമയം സുഭാഷ് ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. സുഭാഷ് ഉമ്മ കണ്ണടച്ച് കിടക്കുമായിരുന്നു അപ്പുറത്ത്. സുഭാഷ് ഇറങ്ങി വന്നു. സുഭാഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുനന്ദ എന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു സുഭാഷ് ഏട്ടാ, എനിക്ക് വേറെ നിവൃത്തിയില്ല, സുഭാഷ് ഏട്ടൻ എന്നെ സ്വീകരിക്കണം, എന്നെ വിവാഹം കഴിക്കണം, എനിക്ക് ആ വിവാഹം വേണ്ടാന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു എന്തൊക്കെയാ സുനന്ദ നീ പറയണേ, നിന്റെ കല്യാണം നാളെ, നിനക്ക് ആ ചിന്തയില്ലേന്ന് ചോദിച്ചു. എനിക്കതൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ വേറൊരു പുരുഷൻ വേണ്ട, സുഭാഷ് ഏട്ടൻ മതിയെന്ന് പറഞ്ഞു. അവസാനം ഭാസ്കരൻ പറഞ്ഞു വെറുതെ കിടന്ന് ചിണുങ്ങാതെ പോകാൻ നോക്ക്, ഇത്തിരി കഴിയുമ്പോൾ നിന്റെ വീട്ടുകാർ വരും, വീട്ടുകാർ വന്ന് കിടന്ന് ഈ വീട് പൊളിക്കും, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും, എനിക്ക് അവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് സുഭാഷ് ഏട്ടൻ മതിയെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു. സമ്മതിക്കില്ല സുനന്ദ. ഒടുവിൽ ഭാസ്കരൻ തോറ്റുപോയി. ആ സമയത്ത് സുധീഷ് ചോദിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു അതെ സുനന്ദ നീ ഒന്ന് പോകാൻ നോക്കാൻ പറഞ്ഞു. സുനന്ദ പോവില്ല എന്ന് മനസ്സിലായി. നിധിയൊക്കെ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല.
ആ സമയം സുധീഷ് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇനി ഒന്നും നോക്കണ്ട, കല്യാണം എന്ന് പറഞ്ഞു. കല്യാണമോ? സുഭാഷൊക്കെ ഞെട്ടിപ്പോയി. അതെ, കല്യാണം. അതിങ്ങനെ രാത്രി കല്യാണം നടത്തുന്ന അതിന് മുഹൂർത്തം കാര്യങ്ങളൊക്കെ ഇല്ലെന്ന് ഹരീഷ് വെച്ചു. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, തൂണിൻ്റെയും തുരുമ്പിലും ദൈവം ഉണ്ടെന്നല്ലേ പറയണേ, രാത്രിയെ പാലോ ഒന്നും നോക്കണ്ട, കല്യാണം ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, നടത്തിയേക്കാന്ന് പറഞ്ഞു. ഭാസ്കരൻ വരെ തിരിഞ്ഞു. കാരണം ഇത്രയ്ക്കിത് പറയുമ്പോൾ ഇനിയിപ്പോൾ എതിർത്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, ഒടുവിൽ കല്യാണം നടത്താൻ തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് അവരൊക്കെ വരുന്നതിന് മുമ്പ് ഈ സമയത്ത് നികേഷോട് നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടേലും കുറച്ച് സമയത്തേക്ക് മാറിയാലോ, വേറെ എവിടെയെങ്കിലും അറിയാത്തൊരു സ്ഥലത്ത് പോയി ഇവരുടെ താലികെട്ട് നടത്താമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതൊന്നും നടക്കില്ല, അവർ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കും, അത് പ്രശ്നമാവും, അതിനു മുമ്പ് നമുക്ക് താലി കിട്ടുവാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നീട് സുധീഷ് അകത്തേക്ക് കയറിപ്പോയിട്ട് താലി എടുത്തുകൊണ്ട് വന്നു. അന്ന് സുഭാഷിൻ്റെയും സുനന്ദയുടെയും വിവാഹം നടത്താനായിട്ട് താലി മേടിച്ചായിരുന്നു. ആ താലി കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇതുപോലെ ഈ താലി വെച്ച് അങ്ങോട്ട് കിട്ടിക്കോളാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതായിപ്പോയി സുഭാഷിന്. ആ സമയം ഭാസ്കരൻ പറഞ്ഞു, ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. സുഭാഷിനോട് പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞു. അന്ന് എടുത്തു വെച്ച കല്യാണ വേഷം ഉണ്ടായിരുന്നല്ലോ, ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ സുഭാഷ് പോയി ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നു. ഈ സമയം ഭാസ്കരൻ തിരി കൊളുത്തിയിട്ട് പറഞ്ഞു, ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് അങ്ങ് താലി കെട്ടിക്കോളാൻ പറഞ്ഞു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നിധിക്കാണെങ്കിൽ സന്തോഷം ഉണ്ടായിരുന്നു. സുഭാഷേൻ്റെ വിഷമങ്ങളൊക്കെ മാറാൻ പോവല്ലേ, ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. സുഭാഷ് നിധിയോട് ചോദിച്ചു, അല്ല നിനക്കിനി മാറ്റമൊന്നും ഉണ്ടാകത്തില്ലോ അല്ലേ? ആര് വന്നാലും ഞാൻ പോകത്തില്ല, എൻ്റെ വീട്ടിൽ നിന്ന് വന്നാലും പോകത്തില്ല, എനിക്ക് സുഭാഷ് ഏട്ടൻ മാത്രം മതി, അവരെല്ലാവരും കിടന്നുറങ്ങുക, ആ സമയം നോക്കിയാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. നാളെ നേരം വെളുത്താൽ പിന്നെ എനിക്ക് മറ്റൊരാളുടെ ആവേണ്ട വരും, എനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് സുനന്ദയുടെ കഴുത്തിൽ സുഭാഷ് താലി ചാർത്താനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ താലി കെട്ടാൻ തുടങ്ങുമ്പോഴത്തേനും കഥകളെല്ലാം കൂടെ ചവിട്ടി പൊളിച്ച് ലളിതയും തരയനും ഗംഗാധരനും എല്ലാവരും കൂടെ കയറി വരുവാണ്. അവർ വന്നപ്പോൾ കാണുന്ന കാഴ്ച, താലി കെട്ടാൻ ഒരുങ്ങുന്ന ഹെടിന്ന് വിളിച്ചുകൊണ്ട് സുനന്ദയെ വന്നിട്ട് തള്ളി മാറ്റുവാണ് ലളിത. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പോഴേക്കും പറഞ്ഞു, ഇവിടെ ഇതായിരുന്നല്ല, വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചപ്പോൾ സുനന്ദ പറഞ്ഞു, എൻ്റെ കയ്യെ തൊട്ടു പോയേക്കല്ല, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് സുഭാഷ് എണ്ണ മതി, ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞാൽ എനിക്ക് വേറെ കല്യാണം വേണ്ടെന്ന്, നിങ്ങൾ കേട്ടോന്നൊക്കെ ചോദിച്ചു കുറേ ചീത്ത പറയണം. അപ്പോഴേക്കും തനയം പറഞ്ഞു, മര്യാദയ്ക്ക് വന്നു എന്നും പറഞ്ഞുകൊണ്ട് സുനന്ദ അടിക്കുകയാണ്. എല്ലാവരും മാറി മാറി അടിച്ചു. പക്ഷെ സുനന്ദ കൂട്ടാക്കിയില്ല പോവാനായിട്ട്. ഈ സമയത്ത് നികേഷും ഹരീഷും ഒക്കെ ഇടയ്ക്ക് കയറുന്നുണ്ട്. സുനന്ദ തൊട്ടുപോയേക്കല്ലെന്നും പറഞ്ഞിട്ട്. പിന്നീട് സുഭാഷിനോട് എന്ന് പറഞ്ഞ്, നിന്നെ കാണിച്ചിടാ, ഇപ്പം തന്നെ ഞങ്ങൾ പോലീസിനെ വിളിക്കും. സുധീഷ് പറഞ്ഞ്, വിളിക്കുക, കഴിഞ്ഞ പ്രാവശ്യം പോലീസിനെ വിളിച്ച ഓർമ്മയുണ്ടല്ലോ, വിളിക്കുക, അവരും കൂടെ വരട്ടെ, നിങ്ങൾ കള്ളപ്പരാതി കൊടുത്തതിൻ്റെ പേരിൽ അറിയാലോ, അതുകൊണ്ട് ഈ തവണ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. സുനന്ദയുടെ കഴുത്തിൽ സുഭാഷേടൻ തന്നെ താലി കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, മര്യാദയ്ക്ക് പോകാൻ നോക്ക്, ഈ വീട്ടിൽ വന്ന് ഗുണ്ടായസം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, നിൽക്കുവാണെങ്കിൽ മോളുടെ കല്യാണം കണ്ടിട്ട് പോവാം, അല്ലെങ്കിൽ പോകാൻ നോക്കാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേഷ്യത്തോടു കൂടി തലയും പറഞ്ഞ്, എന്ത് വന്നാലും ശരി ഈ കല്യാണം നടക്കില്ല മോളെ, നീ വാ, നീ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, നീ ഇല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു കളയും, ഈ കല്യാണം നടന്നാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല, ഞങ്ങൾ ആ ചെറുക്കനോടും കൂട്ടരോടും എന്ത് പറയും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉപദേശിക്കുകയാണ്. നല്ല രീതിയിൽ പറഞ്ഞു നോക്കി, അടി കൊടുത്ത് നോക്കി, രക്ഷയില്ല, സുനന്ദ സമ്മതിക്കില്ല. ഒടുവിൽ ട്രിക്ക് അങ്ങോട്ട് മാറ്റുവാണ്. സുഭാഷിനെ വിളിച്ച് തനേനെ എന്നിട്ട് പറഞ്ഞു, ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് വരാമെന്ന് ചോദിച്ചു. അങ്ങനെ സുഭാഷിനെ വിളിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ട് എന്ത് ചെയ്തു, കാല് പിടിക്കുകയാണ്. സുഭാഷിൻ്റെ കാലിലേക്ക് വീണ് തനേൻ. അതെ, എങ്ങനെയെങ്കിലും നീ അവളെ ഇതിനകത്തുനിന്ന് പിന്തിരിപ്പിക്കണം, ഞങ്ങൾക്ക് വേറെ മാർഗമില്ല, ഈ കല്യാണം നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റില്ല, ദുബായിക്ക് എൻ്റെ ജോലി വരെ പോവും, ആ പയ്യൻ അവിടെ സൂപ്പർവൈസറാണെന്നറിയാലോ, എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം അവർക്ക് നാണക്കേടായ പിന്നെ അവർ വെറുതെ ഇരിക്കില്ല. അപ്പോഴേക്കും ലളിതയും വന്ന് കാല് പിടിക്കുകയാണ്. മോനെ, നീ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അവളൊരു പൊട്ടിയ, അവൾക്ക് ഇത്ര പ്രായമല്ലേ ഉള്ളൂ, നിനക്ക് വിവരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നീ പറഞ്ഞ അവൾ അനുസരിക്കും, നിനക്ക് കോടി പുണ്യം കിട്ടും, ഒരച്ഛൻ്റെ അമ്മയുടെയും വിഷമമാണ്, സുഭാഷിൻ്റെ മനസ്സല്ലേ പാവം, അതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സലിവ് കൂടുതലാണ്. അപ്പോഴേക്കും സുഭാഷ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, അത് അവർക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ടാണ് സുഭാഷിൻ്റെ കാല് പിടിക്കുന്നത്. സുനന്ദയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. സുഭാഷിനോട് പറഞ്ഞു, നീ ഒന്ന് സമ്മതിക്ക് എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ സുഭാഷ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിൽക്കുകയാണ്. എടാ പ്ലീസ് എടാ, നിനക്ക് എന്ത് വേണം ഞങ്ങൾ തരാം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഒടുവിൽ സുഭാഷ് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഭാസ്കരൻ സുഭാഷിൻ്റെ ഈ താലി എടുത്ത് കൊടുത്തായിരുന്നു കെട്ടാനും പറഞ്ഞിട്ട്. അങ്ങനെ ഒടുവിൽ സുഭാഷ് വന്നിട്ട് സുനന്ദയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ താലി ഇങ്ങനെ കെട്ടാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുഭാഷ് പറഞ്ഞു,
സുനന്ദേ നീ വീട്ടിലേക്ക് തിരികെ പോയിക്കോ, നിന്റെ കഴുത്തിൽ എനിക്ക് താലി അർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുനന്ദ ചോദിച്ചു, എന്താ സുഭാഷേട്ടാ പറയണേ? അതെ, എനിക്ക് പറ്റില്ല, എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. സുനന്ദയ്ക്ക് ഭയങ്കര ടെൻഷനായി. ആ സമയം സുനന്ദയുടെ കയ്യിലേക്ക് ലളിത തലേനും കൂടെ പിടിച്ചു ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. സുനന്ദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. കാരണം സുഭാഷ് താലി കെട്ടില്ല, നീ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോ, വീട്ടുകാർ പറയുന്ന ബന്ധത്തിന് സമ്മതിക്കാൻ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സുധീഷിനും ഹരീഷിനും ഒക്കെ ഭയങ്കര സങ്കടമായിപ്പോയി. അവർ നല്ല ചീത്ത പറയുന്നുണ്ട് സുഭാഷിനെ. സുഭാഷ് പറഞ്ഞു, ഏയ് വേണ്ട, അവൾ പോയി നന്നായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഒഴിഞ്ഞു മാറി. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം സുഭാഷ് പതിവ് പോലെ ഒന്നും സംഭവിക്കാത്ത പോലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ തുടങ്ങുവാണ്. നിധി എല്ലാവരും വിഷമിച്ചിരിക്കുക. സുഭാഷിൻ്റെ മുഖത്ത് സങ്കടമുണ്ട്. ആരെ അറിയിക്കാതെ സുഭാഷ് ജോലിക്ക് പോകാൻ തുടങ്ങണേ. അങ്ങനെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും സുഭാഷിന് ജോലിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. സുഭാഷ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടാണ്ട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പം തലകെട്ട് കഴിഞ്ഞ് കാണുമല്ലേ, ഇപ്പം സദ്യ കഴിഞ്ഞ് കാണുമല്ലേ, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരീഷ് അങ്ങോട്ടേക്ക് വന്നു, സുധീഷൊക്കെ വന്നു. കാരണം സുഭാഷ് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിലും സുഭാഷിൻ്റെ മനസ്സിലെ ടെൻഷൻ അവർക്കറിയാം. അങ്ങനെ വന്ന് സുഭാഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സുഭാഷ് പറഞ്ഞു, എനിക്ക് വിഷമമൊന്നും ഇല്ലടാന്ന് പറഞ്ഞു. അന്ന് സുഭാഷ് നേരത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. നിധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. സുഭാഷിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. നിധി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് പൊട്ടിക്കരയാണ് നിധിയുടെ കൈ പിടിച്ചിട്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവരുടെ അച്ഛനും അമ്മയും വന്ന് കാല് പിടിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ സുനന്ദയെ വിട്ടുകൊടുത്തെ, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയെന്നൊക്കെ പറഞ്ഞു. സാരമില്ല സുഭാഷ് ഏട്ടാ, വിഷമിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിനെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം സുഭാഷ് വരുന്ന വഴിക്ക് കണ്ടാന്ന് കരുതി ആ കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. സുനന്ദയുടെ ഭർത്താവും കൂടെ കാറിൽ നിന്ന് ഇറങ്ങുന്ന കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സുനന്ദ ഒരു നോട്ടം നോക്കിയായിരുന്നു സുഭാഷിനെ. ആ നോട്ടം സുഭാഷിൻ്റെ നെഞ്ചിലാണ് പതിച്ച്. ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം വരുന്നത്. ഒരിക്കലും അങ്ങനെ കാണില്ലെന്ന് ആഗ്രഹിച്ച, പക്ഷെ അതങ്ങനെ കണ്ടു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിധി ഒരു വ്യക്തി സമാധാനിപ്പിച്ചു. പിന്നീട് എല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്നെങ്കിലും അവർക്കൊക്കെ വിഷമമായി. സുധീഷിനും ഹരീഷിനും ഒക്കെ തലവേദനയാണെന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഒഴിഞ്ഞു മാറിയെങ്കിലും സുഭാഷിൻ്റെ വേദനയും വിഷമം എന്താണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം സുഭാഷിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സുധീഷും നികേഷും ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്, ഒന്ന് ചിരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും സുഭാഷിനെ സന്തോഷിപ്പിക്കണമല്ലോ. അതിനകത്തേക്ക് ഭാസ്കരനും വരുന്നുണ്ട്. ഭാസ്കരനൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചിരി വന്നു. അങ്ങനെ എല്ലാവരും കൂടെ സുഭാഷിനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.